ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കാവ്യ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ കുറേ ആയി എടുത്തു വെച്ചിട്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സന്ദർഭം ഒത്തു വന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ തൊട്ടടുത്ത് AUP സ്കൂളിലെ വാർഷിക ആഘോഷമായിരുന്നു. അതിനോടനുബന്ധിച്ചെടുത്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കലാലയത്തെക്കുറിച്ചായിരുന്നു. അത് എൻ്റെ കലാലയ ജീവിതം. അത് ഒന്ന് പങ്കുവെക്കാമെന്ന് വെച്ചു. കലാലയ ജീവിതം എന്നത് എത്ര മനോഹരമാണെന്ന് ഇപ്പോഴാണ് നമുക്ക് സത്യത്തിൽ മനസ്സിലായത്. നിഷ്കളങ്കമായ ബാല്യം, ശരിയല്ലേ? ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നാണ്. അന്ന് പേടിയുടെയും ടെൻഷൻ്റെയും ദിവസങ്ങളാണെങ്കിൽ ഇന്ന് അതൊക്കെ ഓർത്ത് പുഞ്ചിരി വരുന്നു, ശരിയല്ലേ? അന്ന് വലിയ കാര്യമല്ലാതെ മറന്നു കളഞ്ഞ പലതും ഇന്ന് ഓർത്തെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും സങ്കടവും വരാറുണ്ട്. ഇന്നിപ്പോൾ ഫോണായി, വാട്സപ്പായി, ഫേസ്ബുക്കായി, ഇൻസ്റ്റയായി, എന്തൊക്കെ. അന്ന് കീപാഡ് ഫോണ്, 19 രൂപ റീചാർജ്. ഞാനൊക്കെ +2 ആയപ്പോഴാണ് പഴയ 19 രൂപ റീചാർജ് മെസ്സേജൊക്കെ അയക്കാനായിട്ടുള്ള ഒരിതെത്തിയത്. ഹോംവർക്കൊക്കെ തരുന്നത് ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കാലത്ത് നേരത്തെ പോയി ഹോംവർക്ക് ചെയ്ത കുട്ടിയുടെ വേഗം നോക്കി എഴുതും. ശരിയാണേലും തെറ്റാണേൽ അടി എല്ലാത്തിനും കിട്ടും. അതൊക്കെ ഒരു കാലം. മാത്സ് ടീച്ചർ ഫ്രീ പീരീഡ് എല്ലാം കയറി വരുമ്പോൾ സ്പോർട്സ് പ്രാക്ടീസ്, ഡാൻസ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോകും. അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞങ്ങ് മുങ്ങും. അങ്ങനെയുള്ള കുറേ ദിവസങ്ങൾ. ഒരിക്കൽ മാത്സ് ഹോംവർക്ക് ചെയ്യാത്ത കാരണം ഞാൻ എൻ്റെ തിരുവാതിര ടീംസിനെ വിളിച്ച് പ്രാക്ടീസ് എന്ന് പറഞ്ഞു മുങ്ങി. തിരിച്ചു വന്നപ്പോഴാട്ടെ ഹോംവർക്ക് ഒരു മനുഷ്യൻ പോലും ചെയ്തിട്ടില്ല. ടീച്ചർ ചൂരൽ കൊണ്ട് എല്ലാത്തിൻ്റെയും കൈതല്ലി പൊട്ടിച്ചു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. എനിക്ക് അടി കിട്ടാത്ത കാരണം കൈ പൊട്ടിയ ഒരു കുട്ടിയെയും കൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയതും ഹെഡ് മിസ്ട്രസുമായി വഴക്കുണ്ടാക്കിയതും ഇപ്പോൾ ഓർക്കുമ്പോൾ ഞാൻ എന്ത് തോന്നിയാസിയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. ഉച്ചയ്ക്ക് ബെല്ലടിക്കുമ്പോഴത്തേന് കഞ്ഞി വാങ്ങാനായിട്ട് ഞങ്ങളൊരു ഓട്ടം ഉണ്ട്. കഞ്ഞി വാങ്ങാനായിട്ട് പോകുമ്പോൾ ഞങ്ങളെ ഇഷ്ടമുള്ളൊരു കഞ്ഞി ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് മുട്ടയൊക്കെ മാറ്റി വെക്കുമായിരുന്നു. അന്നൊക്കെ മുട്ട പുഴുങ്ങിയത്, പയറ്, ചെറുപയർ, അങ്ങനെയൊക്കെ. ഇന്നൊക്കെ ഇപ്പോൾ സാമ്പാർ, രസം, അങ്ങനെയൊക്കെ വേറെ കറികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് കഞ്ഞിയും ചെറുപയറുമായിരുന്നു കൂടുതലും ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ മുട്ട പുഴുങ്ങിയത്, പാല്, അങ്ങനെയൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ ആ ചേച്ചി എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേ ഞങ്ങൾക്കത് സെപ്പറേറ്റായിട്ട് എടുത്തു തരുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ബാല്യത്തിലും ഞങ്ങളെ കരുതലോടെ അങ്ങനെയൊക്കെ സ്നേഹിക്കാനൊക്കെ ആളുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടം വരുന്നുണ്ട്. രാവിലത്തെ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ദേശീയഗാനവും എല്ലാം ഞങ്ങളുടെ വക. ആര് മൈക്കിന് ഫ്രണ്ടിൽ എന്ന മത്സരം. ദേശീയഗാനം തീരുന്നതിന് മുന്നേ ബാഗിലെല്ലാം പിറക്കി വെച്ച് ബെല്ലടിക്കുമ്പോഴേക്കും ഒരു ഓട്ടമുണ്ട്. NCC ക്യാമ്പ്, സ്കൗട്ട്, സ്പോർട്സ്, കലോത്സവം, അതൊക്കെ പറയാൻ നിന്ന ഈ വ്ലോഗ് ഒന്നും തികയില്ല. ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് സങ്കടങ്ങളില്ലായിരുന്നു. കൂടുതൽ ചിന്തിച്ച് കാട് കയറുന്ന സ്വഭാവവും ഇല്ലായിരുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം മാത്രം. ഇന്ന് നമ്മുടെ ചിന്തകൾ നമ്മെ വല്ലാണ്ട് അലട്ടുന്നു. നമ്മൾ ഇന്ന് സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷം എപ്പോഴായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെയും സമയം കഴിഞ്ഞു പോകും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം നാളെ ഒരിക്കൽ ഓർമ്മപ്പെടുത്തും. അതാണ് ജീവിതം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൊക്കെ ഒന്ന് അടിക്കുക, ഹൈപ്പൊക്കെ ഒന്ന് അമർത്തുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.